എല്ലാവർക്കും നല്ല നമസ്കാരം. ഞാൻ നമ്മുടെ മേലൂർ ഗ്രാമപഞ്ചായത്തിലെ മുരിങ്ങൂര് മണ്ടിക്കുന്ന് പൗലോസ് വടക്കുംപാട് എന്ന് പറഞ്ഞ ചേട്ടൻ്റെ വീട്ടിലാണ്. എൻ്റെ മുഖത്ത് നല്ല പ്രകാശമല്ലേ, ആ പ്രകാശത്തിൻ്റെ കാരണം ഇപ്പോൾ നിങ്ങൾക്ക് സൈഡിൽ കാണാം. അതായത് എന്താ സംഭവം, കറക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രിസ്മസ് ട്രീ കറക്കം. മൊത്തത്തിൽ ഇവിടെ കറക്കാണ്. ഈ ക്രിസ്മസ് ട്രീ കറങ്ങാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ കുറച്ച് വർഷങ്ങളായി. ഇപ്പോൾ കഴിഞ്ഞ മുൻപിലത്തെ വർഷം മനോഹരമായിട്ടൊരു ട്രീ ഉണ്ടാക്കി, അത് ഇതിനേക്കാളും രസമായിരുന്നു. അങ്ങനെ കറങ്ങുന്ന ട്രീകൾ അത് നമ്മുടെ ഈ പരിസരങ്ങളിലൊന്നും വേറെ ഇല്ല. ഇങ്ങനെ കറങ്ങുന്ന ട്രീകൾ ഇവർ നീറ്റ ജലാറ്റിൻ കമ്പനിയിലെ തൊഴിലാളികളാണ്. ഈ പൗലോസേട്ടൻ്റെ മക്കള് ദാ നിൽക്കുന്നത് യമണ്ടൻ ടീമോള്. അതായത് ഈ മണ്ടിക്കുന്നിനെ കറക്കുന്ന ക്രിസ്മസ് രാവുകളെ കറക്കിക്കൊണ്ടാണ് ഈ പൗലോസേട്ടൻ്റെ മക്കള് ഇപ്പോൾ ഈ വർഷവും കഴിഞ്ഞ വർഷവും അതിക്ക് മുന്നത്തെ വർഷം ഒക്കെ ഇവർ ചെയ്യുന്ന ഒരു വെറൈറ്റി പരിപാടിയാണ് കറങ്ങുന്ന ട്രീ. അപ്പോൾ അതിന്റെ വിശേഷങ്ങളാണ് പങ്കുവയ്ക്കാൻ പോകുന്നത്. പൗലോസേട്ടനുണ്ട്, പൗലോസേട്ടൻ്റെ മക്കളുണ്ട്, സുഹൃത്തുക്കളുണ്ട്, എല്ലാവരും ഒരു ടീമായിട്ട്. ഈ ക്രിസ്മസ് കാലം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തമായിട്ട് വെറൈറ്റി ആയിട്ട് ഓർമ്മയിൽ തങ്ങി നിൽക്കാവുന്ന എന്തെങ്കിലും നിർമ്മിതികൾ നമ്മൾ ഒരുമിച്ച് ചേർന്ന് ഉണ്ടാക്കണം. അതൊക്കെ ഓർക്കാനുള്ളതുള്ളൂ. അപ്പോൾ ഓർമ്മിക്കാൻ മണ്ടിക്കുന്നിൽ കറങ്ങുന്ന ക്രിസ്മസ് ട്രീ ഒരുക്കിയിരിക്കുന്നു പൗലോസ് വടക്കുംപാടിന്റെ മക്കളും സുഹൃത്തുക്കളും ചേർന്ന്. അങ്ങോട്ട് പോവാം, അവരോട് ചോദിക്കാം. ലിൻസ, ഇതിനെപ്പറ്റി ഒന്ന് പറഞ്ഞു. ഇത് ഭയങ്കര സംഭവമല്ലേ, എങ്ങനെ നീ ഇങ്ങനെ കറങ്ങി തുടങ്ങി? അത് ഞാൻ ഒരു പള്ളിയിൽ പോയപ്പോ ഇങ്ങനെ കണ്ടിരുന്നു. ഏത് പള്ളിയിൽ? സെന്റ് ജെയിംസിന്റെ അടുത്ത് ഒരു സെന്റ് ജോസഫ് പള്ളി, നോർത്ത് ചാലക്കുടി പള്ളി. ആ പള്ളിയിൽ ഇങ്ങനെ കണ്ടു. രാത്രി പാതിരി കുർബാന ഞാൻ പോയപ്പോ അന്ന് എന്റെ വീട്ടിൽ ഇങ്ങനെ ഒരെണ്ണം ഉണ്ടാക്കണം എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ നോർത്ത് ചാലക്കുടി പള്ളിയാണ് നിന്റെ ചിന്തയ്ക്കുള്ള ഒരു പ്രചോദനം. അങ്ങനെ ഒരു ഇത് കണ്ടപ്പോ എനിക്ക് അങ്ങനെ ഉണ്ടാക്കണമെന്നുണ്ടായിരുന്നു. വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരുന്നേ. പക്ഷെ നമ്മൾ വിചാരിച്ചതിലേക്കും വലിയ ബഡ്ജറ്റൊക്കെ എത്തി. പക്ഷെ എന്നാലും നമ്മള് തളർന്നില്ല. പിന്നെ എന്റെ കൂട്ടുകാർ കട്ട സപ്പോർട്ടായിരുന്നു. എന്ന് മുതൽ ഇതിന്റെ പണി ആരംഭിച്ചു? ഈ വർഷം ഒരു 5-6 ദിവസമായി. കഴിഞ്ഞ വർഷം പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒരു മാസമായിരുന്നു അതിന്റെ പിന്നാലെ നടന്നത്. സ്റ്റാർട്ടിങ് ആയതുകൊണ്ട്. ഇതിന്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് വരുന്നത് എന്താണ്? ഇതിന്റെ മെയിൻ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാലൊക്കെ വാങ്ങിക്കാൻ നമുക്ക് സിമ്പിളാ. പക്ഷെ ഇതിന്റെ ലെയ്ത്ത് പണികള്, മോട്ടർ, കുറെ സംഭവങ്ങളുണ്ട്. പിന്നെ ഇതിന്റെ മെയിൻ സപ്പോർട്ട് കൂട്ടുകാരില്ലെങ്കിൽ ഉണ്ടാക്കാൻ പറ്റില്ല. നമുക്ക് ഒറ്റയ്ക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. ഇതില് വെൽഡിംഗ് ഉണ്ട്, ലെയ്ത്ത് പണി ഉണ്ട്, പെയിന്റ്, കുറെ പണികളുണ്ട്. കാണുമ്പോ കറങ്ങുമ്പോ സിമ്പിൾ ആണ്, പക്ഷെ ഇഷ്ടംപോലെ വർക്ക് അതെ അതെ. നിങ്ങളുടെ സുഹൃത്തുക്കൾ, നിങ്ങൾ എങ്ങനെ ഒരു ടീമായി ഇങ്ങനെ ഒരു സുഹൃത്തു പോലെ എങ്ങനെ കിട്ടി? എവിടെയെങ്കിലും ഒരുമിച്ച് ജോലി ചെയ്യുന്നവരാണ് നിങ്ങളെ സുഹൃത്തുക്കളെ പറ്റി എന്ന് പറയും? സുഹൃത്തുക്കൾ ഞങ്ങളെല്ലാവരും നിത്യ ജലാറ്റിൻ കാതിക്കുടം കമ്പനിയിൽ വർക്ക് ചെയ്യണവരാണ്. അവരൊക്കെ ഒന്ന് പരിചയപ്പെടുത്തു. ഇത് കണ്ണനെ ഇതിന്റെ ഈ കാര്യങ്ങളെ ഐഡിയ പറഞ്ഞപ്പോ ഇതിന്റെ മെയിൻ പ്ലാനർ ഇത് ഉണ്ടാക്കാനുള്ള ഡിസൈനും മൊത്തം ഉണ്ടാക്കിയത് ഇവനാണ്. ഇത് സന്ദീപ്, ഇവൻ മാസ്റ്റർ വെൽഡറാണ്. ഇതിന്റെ വെൽഡിംഗ് ആളാണ് ഇതിന്റെ മെയിൻ ആള്. വെൽഡിംഗ് ജിൻഡോനും ഇതിന്റെ മാസ്റ്റർ വെൽഡർ തന്നെയാണ്. ഫുൾ വെൽഡിങ്ങും ഇതൊക്കെ ഇവരാണ്. മാസ്റ്റേഴ്സിന് ഇവർ രണ്ടുപേരും സമീപിക്കാം. എല്ലാതരം ഇത് ടിൻഡാട്ടൻ ഇതിന്റെ മാല കെട്ടല്, അല്ലറ് വേറെ കുറെ പരിപാടികളുണ്ട്. പെയിന്റിങ്, അങ്ങനത്തെ വർക്കൊക്കെ കാര്യങ്ങളൊക്കെ. അത് ആൽഫി, എന്റെ ചങ്ക് പ്രോയാണ്. ആൽഫി ഇതാ എന്റെ അപ്പൻ. പിള്ളേര് എന്തിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്? എന്ത് സംഭവം? പിള്ളേര് നമ്മൾ ഉദ്ദേശിക്കുന്ന മാതിരില്ല. ചേട്ടനും കറക്കോ? എന്താ ഈ കറക്കത്തിന്റെ പിന്നിൽ ചേട്ടന് വല്ല പ്രചോദനം ഉണ്ടോ? എനിക്ക് സന്തോഷമല്ല, എന്റെ മോൻ ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷം തോന്നുന്നുണ്ട്. ഞാൻ സപ്പോർട്ടാണ് കട്ടയ്ക്ക് കട്ട എല്ലാ കാര്യങ്ങൾക്കും. ഇനിയിപ്പോ ഉള്ള കാലം ഈ തലമുറയുടെ കൂടെ നിൽക്കുന്നത് നല്ലതെന്ന് എനിക്ക് തോന്നിക്കൊടുങ്ങി. അപ്പൊ അതുകൊണ്ട് അവരുടെ കൂട്ടത്തിൽ കൂടുമ്പോ വളരെ സന്തോഷമായിരിക്കും. എന്നെ കറക്കില്ല, എന്നാലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആള് ഭയങ്കര ഇൻട്രസ്റ്റ് ആൾക്ക്. അപ്പൊ എനിക്കും അത് സന്തോഷമാണ്. അപ്പൊ ഇത് മൊത്തം ഏകദേശം ഞാൻ എന്നാലും പറയണേ, ഏകദേശം എത്ര രൂപ വന്നിട്ടുണ്ടാവും ഈ ഇത് ഇങ്ങനെ പണി? ഈ തവണത്തേന് ഒരു 18-20 രൂപ. 20 രൂപ? 18. കഴിഞ്ഞ ഒരു 65 രൂപ അടക്കം പൊട്ടി. 65? കഴിഞ്ഞ അത് സ്പൈറലായിരുന്നു. അത് ഒരാഴ്ച വെൽഡിങ് മാത്രം. അപ്പൊ നമ്മുടെ പൗലോസേണ്ട ഇങ്ങനെ വേണം, അപ്പനും മക്കളും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനെ വേണം. ഇവരെല്ലാവരും ഒരു ടീമാണ്. ചങ്ങാതിമാരുടെ ഒരു ഏരിയയാണ് നമ്മുടെ മണ്ടിക്കുന്ന്. ചങ്ങാതിമാരുടെ ഏരിയ, ചാലക്കുടി ചങ്ങാതിമാരുടെ നാടാണ്. അതിലെ ചങ്ങാതിമാരുടെ ഏരിയ ആയിട്ട് മണ്ടിക്കുന്ന് വരും. കാരണം വെച്ചാൽ ഇതിനൊരു ടീം വർക്ക് വേണം. പൊതുവെ മുരിങ്ങൂരുടെ വകയിൽ നല്ല യൂത്തിന്റെ ഒരു ടീം വർക്ക് ഉണ്ട്. അതില് ഇങ്ങനെയുള്ള വീടുകളിലായിരുന്നാലും ഇങ്ങനെ ഒരു ഇത്രയും ഒരു വെറൈറ്റി ആയിട്ട് സംഭവം ഉണ്ടാക്കണമെങ്കിൽ അതൊരു ടീം വർക്ക് വേണം. നല്ല ഫ്രണ്ട്ഷിപ്പ് വേണം. നല്ല ഫ്രണ്ട്ഷിപ്പ് എങ്ങനെ ഉണ്ടാവുക? അത് നല്ല മനസ്സ് വേണം. അപ്പൊ നല്ല മനസ്സുള്ള ചങ്ങായിമാര് ഇങ്ങനെ ഒരുമിച്ച് ചേർന്ന് ഇതാ കറങ്ങുന്ന ട്രീ നിങ്ങൾക്ക് വന്ന് കാണാട്ടോ. നമ്മളുടെ പൗലോസ് വടക്കുംപാട് മണ്ടിക്കുന്ന് കപ്പേളയുടെ അവിടുന്ന് റൈറ്റ് തിരിയാ, കുറച്ചാണ് മുന്നോട്ട് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണാൻ നിങ്ങൾക്ക് ഈ മനോഹരമായിട്ടുള്ള ഏകദേശം എത്ര അടി ഉണ്ട്? 20 അടി ഉയരത്തിലുള്ള കറങ്ങുന്ന ക്രിസ്മസ് ട്രീ നിങ്ങൾക്ക് കാണാം. കഴിഞ്ഞ തവണ ഇതിനേക്കാളും വ്യത്യസ്തമായിട്ട് ഉണ്ടാക്കിയത് ഇത്തവണയും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഇവർ മൊത്തത്തിൽ ഇവർ മണ്ടിക്കുന്നിനെ കറക്കിക്കൊണ്ടിരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇത് കാണാം. നിങ്ങളുടെ നാട്ടിലുള്ള ഇത്തരം വ്യത്യസ്തമായ സംഭവങ്ങൾ അറിയിക്കുക. നന്ദി, നമസ്കാരം.
ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ പൗലോസേട്ടനും കിടിലൻ മക്കൾക്കും ചങ്ങായിമാർക്കും ജെഫേസ് മീഡിയയുടെ 1000 വിജയാശംസകൾ.